1872 ഡിസംബർ 5-ാം തീയതി ഏകദേശം 1 മണിയോടുകൂടി ഡേവിഡ് മോർഗൻ തൻ്റെ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ഏകദേശം 400 നോട്ടിക്കൽ മൈൽ ദൂരത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. ഒരു കപ്പൽ ഒരു ദിശയൊന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. അങ്ങനെ ആ ഒരു സംശയം ബലപ്പെട്ടതോടുകൂടി തന്നെ ആ ഒരു കപ്പൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ തൻ്റെ ബൈനോക്കുലർ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ പോലും അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഒരു തരത്തിലുള്ള ആളുകളുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനെ ഒരു സർവീസ് ബോട്ടിലായിട്ട് ആ ഒരു കപ്പലിനെ നിരീക്ഷിക്കാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അവർ ആ ഒരു കപ്പലിനെ വലയം വെച്ച് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെന്നോ എന്നുള്ള രീതിയിലൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴും അതിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല. അങ്ങനെ ആ ഒരു കപ്പൽ ഉള്ളിൽ കയറി പരിശോധിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ്. അങ്ങനെ ഉള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു കപ്പലിനുള്ളിൽ ആരും തന്നെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷേ ആ ഒരു കപ്പലിനുള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ചരക്കുകളും അതുപോലെ തന്നെ ആ ഒരു ചരക്ക് കപ്പലിനകത്തുണ്ടായിരിക്കുന്ന ഫുഡിൻ്റെ സാധനങ്ങളുമെല്ലാം അവിടെ അതുപോലെ തന്നെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കപ്പലിനകത്തുണ്ടായിരിക്കുന്ന ഒരു തരത്തിലുള്ള ആളുകളെയും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 150 വർഷങ്ങളായിട്ട് ചുരുളഴിയാതെ കിടക്കുന്ന മേരി കാസിൽ എന്ന് പറയുന്ന ഗോസ്റ്റ് ഷിപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേനൻ. വർഷം 1860 കാലഘട്ടങ്ങളുടെ അവസാനത്തോടു കൂടിയാണ് ഈ ഒരു കപ്പലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അങ്ങനെ പിറ്റേ വർഷം ആദ്യ പകുതിയോടുകൂടി തന്നെ ഈ ഒരു കപ്പലിൻ്റെ നിർമ്മാണമെല്ലാം പൂർത്തിയാകുകയാണ്. അങ്ങനെ മെയ് മാസത്തോടുകൂടി ഈ ഒരു കപ്പലിന് പേരെല്ലാം രജിസ്റ്റർ ചെയ്യുകയാണ്. പക്ഷേ ഈ കപ്പലിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കപ്പലിൻ്റെ പേര് എന്ന് പറയുന്നത് ആമസോൺ എന്നായിരുന്നു. അങ്ങനെ ഈ ഒരു കപ്പലിൻ്റെ ആദ്യത്തെ ഒരു കപ്പിത്താനായിട്ട് ചുമതലയേറ്റിരുന്നത് റോബർട്ട് മക്കല്ലം എന്ന് പറയുന്നൊരു അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഈ ഒരു കപ്പലിനെ അവിടെ നിന്നും ലോഡിംഗ് ബേയിലോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ആ ഒരു കപ്പലിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ലോഡിങ്ങും അദ്ദേഹത്തിൻ്റെതായ മേൽനോട്ടത്തിൽ തന്നെ വഹിക്കുകയുമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ലോഡിംഗ് എല്ലാം ഏകദേശം തീരുന്ന സമയത്തോടു കൂടി നിർഭാഗ്യവശാൽ ഈ മക്കല്ലം എന്ന് പറയുന്ന വ്യക്തിക്ക് ന്യൂമോണിയ പിടിപെടുകയും അങ്ങനെ ഒരു രീതിയിലും സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഈ കപ്പലിനെ തിരിച്ച് വീണ്ടും തീരത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു മക്കല്ലം മരണത്തിന് കീഴടങ്ങുകയാണ്. അങ്ങനെ ഈ ഒരു കപ്പലിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യ യാത്രയിൽ പുറപ്പെടുന്ന സമയത്ത് തന്നെ അതിൻ്റെ ക്യാപ്റ്റനെ മരണത്തിലേക്ക് വിട്ടുകൊണ്ടാണ് ഈ ഒരു കപ്പലിൻ്റെ തുടക്കം കുറിക്കുന്നത്. അങ്ങോട്ട് തന്നെ ഈ ഒരു കപ്പലിനോടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ആരംഭം കുറിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു കപ്പലിൻ്റെ രണ്ടാമതൊരു ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരിക്കുന്നത് ജോൺ പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിന്നെ ആ ഒരു കപ്പലിൻ്റെ നിയന്ത്രണമെല്ലാം ഏറ്റെടുത്ത് ഈ ലോഡ് ചെയ്തിരിക്കുന്ന ലോഡിംഗ് എല്ലാമായിട്ട് ഈസ്റ്റ് പോർട്ടിലേക്ക് യാത്ര തിരിക്കുകയും അങ്ങനെ അവിടെ നല്ലൊരു യാത്രകൾക്കെല്ലാം ശേഷം വളരെ വിജയകരമായിട്ടുള്ള രീതിയിൽ തന്നെ ആദ്യ ലോഡ് ഓഫ് ലോഡ് ചെയ്യുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കപ്പൽ ഒരു ഫിഷിംഗ് ബോട്ടിലോട്ട് ഇടിക്കുകയും അതുപോലെ തന്നെ ആ ഒരു കപ്പലിന് വലിയ രീതിയിലുള്ള കേടുപാടുകളെല്ലാം ഉണ്ടാവുകയും സംഭവിക്കുകയാണ്. അങ്ങനെ പിന്നീട് അറ്റകുറ്റപ്പണികളെല്ലാം റെഡിയാക്കിയതിന് ശേഷം ആ ഒരു കപ്പലിനെ പിന്നീട് തിരികെ ഉള്ള യാത്രകൾക്കെല്ലാം പോവുകയാണ്. പിന്നീട് ഒരു 2-3 വർഷത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോവുകയാണ്. പിന്നീട് ഇതിൻ്റെ ഈ മെയിൻ്റനൻസിനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ഒരു കപ്പലിനെ ഒരു യാർഡിലേക്ക് കൊണ്ടുപോവുകയും ആ യാർഡിൽ കൊണ്ടുപോയി മെയിൻ്റനൻസ് എല്ലാം നടക്കുന്ന ഒരു സമയത്ത് നിർഭാഗ്യവശാൽ പിന്നീട് ആ ഒരു യാർഡിന് വലിയൊരു തരത്തിലുള്ള തീപിടുത്തമൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഒരു കപ്പൽ വീണ്ടും ഒരു നിഗൂഢതയിലോട്ട് അങ്ങനെ വീഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു കപ്പൽ പിന്നീട് ആ ഒരു കപ്പൽ പിന്നീട് വിൽക്കുകയും വേറൊരാളത് ഏറ്റെടുക്കുകയാണ് ചെയ്തിരുന്നത്. വലിയൊരു കോടീശ്വരനും അതുപോലെ തന്നെ വലിയൊരു വ്യവസായമായിരുന്നു ഈ ഒരു കപ്പൽ ഏറ്റെടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കപ്പൽ വാങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബിസിനസ് കാര്യങ്ങളെല്ലാം വളരെ വലിയ രീതിയിലുള്ള തളർച്ചകൾക്കും അങ്ങനെ ഒരു കാര്യങ്ങൾക്കെല്ലാം വഴിവെക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ ഒരു കപ്പൽ പിന്നീട് 1867 കാലഘട്ടങ്ങളിൽ ഒരു യാത്ര പോകുന്ന സമയത്ത് ഐസ്ബർഗിൽ ഇടിക്കുകയും അതുപോലെ തന്നെ അതിന് വലിയൊരു രീതിയിലുള്ള കേടുപാടുകളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാപ്റ്റൻ അതുപോലെ തന്നെ ഈ ഒരു വ്യവസായി ഈ ഒരു കപ്പലിനെ അവിടെ ഉപേക്ഷിക്കാൻ നിർബന്ധനാവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു കപ്പൽ ഏറ്റെടുത്തത് മുതൽ തന്നെ ആ ഒരു കപ്പലിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും അതുപോലെ തന്നെ തൻ്റെ ബിസിനസ് കാര്യങ്ങൾക്കെല്ലാം വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പലിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പൽ അവിടെ ഉപേക്ഷിക്കുകയാണ്. കാരണം യൂസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്നുള്ള രീതിയിൽ അത് ഉപേക്ഷിക്കുകയും പിന്നീട് അവർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഏകദേശം 4 മാസത്തോളം അത് അതേപോലെ തന്നെ ആ ഒരു കടലിൽ കിടക്കുകയും പിന്നീട് കുറച്ച് ആൾക്കാർ വന്ന് ആ ഒരു കപ്പലിനെ അവിടെ നിന്ന് റിക്കവർ ചെയ്തെടുത്ത് ചെറിയ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്ത് സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ നിന്ന് കൊണ്ടുപോയി കരയിൽ വരുത്തുകയാണ്. പിന്നീട് അതിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി അതിനെ ആ ഒരു പഴയ രീതിയിൽ കൊണ്ടുവരികയും പിന്നീട് ആ ഒരു കപ്പലിന് കിട്ടുന്ന പേരാണ് മേരി കാസ്റ്റിൽ എന്ന് പറയുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പേരായിരുന്നു മേരി കാസ്റ്റിൽ എന്ന് പറയുന്നത്. പിന്നീട് 1872 കാലത്തോടുകൂടി ഈ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ
സഹോദരനും കൂടി ഈ ഒരു കപ്പൽ വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങിയതിന് ശേഷം അതിനൊരു യാത്രയിലേക്ക് വേണ്ടി അദ്ദേഹം ഈ ബെഞ്ചമിൻ ആ ഒരു കപ്പലിലേക്കുള്ള സർവീസിന് വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള ആളുകളെ ഓരോ ജോലിക്കാരെയും വളരെ സൂക്ഷ്മമായുള്ള ഇൻ്റർവ്യൂവിലോട് കൂടി തന്നെ ആയിരുന്നു ഈ ഒരു കപ്പലിലേക്ക് അദ്ദേഹം എടുത്തിരുന്നത്. അതുപോലെ തന്നെ ആദ്യ ഒരു യാത്രയ്ക്കായിട്ട് തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഇളയ കുട്ടിയും കൂടെ കൂട്ടുന്നതിന് വേണ്ടിയും അദ്ദേഹം തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഇതിൻ്റെ മൂത്ത കുട്ടിയെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പേ ഏൽപ്പിക്കുകയും അതിനുശേഷം ഇവരെല്ലാം യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയുമാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു കപ്പലിൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 1700ഓളം ഗാലനായിട്ടുള്ള ബാരലായിട്ടുള്ള ഈ ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ആയിരുന്നു. ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മദ്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റോ സബ്സ്റ്റൻസ് ആണ്. ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ പല രീതിയിലുള്ള പ്രോസസ്സ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ആൽക്കഹോൾ നമുക്ക് ഉപയോഗമായിട്ടുള്ള രീതിയിൽ എത്തത്തുള്ളൂ. അതിനുവേണ്ടിയായിരുന്നു 1700ഓളം ബാരലായിട്ടുള്ള ആൽക്കഹോൾ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ നവംബർ മാസം 5-ാം തീയതിയോടുകൂടി ആ ഒരു കപ്പലിൻ്റെ യാത്ര ആരംഭിക്കാൻ അവർ തയ്യാറാവുകയായിരുന്നു. അങ്ങനെ തയ്യാറാകുന്ന സമയത്ത് നിർഭാഗ്യവശാൽ വളരെ വലിയ രീതിയിലുള്ള ഇടിമിന്നലും അതുപോലെ തന്നെ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രകൃതി നല്ല രീതിയിലല്ലാത്തതുകൊണ്ടും കടലും അതുപോലെ പ്രക്ഷോഭമായി നിൽക്കുന്നത് കൊണ്ടും തന്നെ ഈ ഒരു യാത്ര പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. പിറ്റേന്നത്തെ ദിവസം ഈ ഒരു പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ ഒരു കപ്പലിനെ യാത്ര ആരംഭിക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് തുടരുകയും അങ്ങനെ ഒരു കപ്പൽ യാത്ര തുടരുകയാണ് ചെയ്തിരുന്നത്. അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ ക്യാപ്റ്റൻ്റെ ഇളയ മകനും ഭാര്യയും അതുപോലെ തന്നെ 8 ജോലിക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ യാത്ര തുടരുന്ന സമയത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം നവംബർ 25-ാം തീയതിയോടുകൂടി തന്നെ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാരണം അതിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള സിഗ്നലുകളും നമ്മുടെ കരയിൽ എത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു കപ്പലിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സിഗ്നലുകളൊന്നും ഉണ്ടായിരിക്കുന്നില്ലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഏകദേശം ഡിസംബർ 5-ാം തീയതിയോടുകൂടി തന്നെ ഡേവിഡ് മോർഗൻ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ തൻ്റെ കപ്പലിൽ നിന്ന് 400 നോട്ടിക്കൽ മൈൽ അകലെ ദൂരത്ത് വെച്ച് ഈ ഒരു കപ്പലിനെ കാണുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു കപ്പലിനുള്ളിൽ കയറി നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ആരും തന്നെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ചരക്കുകളെല്ലാം 1700 ബാരലുകളും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കപ്പലിനകത്ത് ഒരു കേടുപാട് ഉണ്ടായതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടൽക്ഷോഭം ഉണ്ടായതായിട്ടോ അങ്ങനെ ഈ ഒരു കപ്പലിന് എന്തെങ്കിലും കേടുപാട് ഉണ്ടായതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല ഈ ഒരു കപ്പലിൻ്റെ ലോഗ് ബുക്ക് അവർ അതിൽ നിന്ന് കണ്ടെത്തുകയും അങ്ങനെ ആ ഒരു ലോഗ് ബുക്ക് നോക്കുന്ന സമയത്ത് ആ ലോഗ് ബുക്കിൽ അവസാനമായിട്ട് എഴുതിയിരിക്കുന്നത് നവംബർ മാസം 25-ാം തീയതി രാവിലെ ഏകദേശം 8 മണിക്കാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കടൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അതിനെയൊക്കെ അതിക്രമിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കടലൊക്കെ വളരെ ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തും എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ആ ഒരു കപ്പലിനകത്ത് പിന്നീട് അവർ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ ഒരു കപ്പലിനകത്ത് നാവിഗേഷൻ സിസ്റ്റംസ് ഒന്നും കാണാനില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്റ്റൻ ഉപയോഗിക്കുന്ന നാവിഗേഷൻ, അതായത് ദൂരങ്ങൾ നോക്കാനും അതുപോലെ തന്നെ മാപ്പൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പസും അതുപോലെ തന്നെ മാപ്പും അങ്ങനെ ഒരു തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല അതിനകത്ത് സേഫ്റ്റി ബോട്ടും കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് അവർ നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു കപ്പലിൻ്റെ അടിത്തട്ടിനകത്ത് ഏകദേശം 2 അടിയോളം പൊക്കത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അവർ കരുതിയിരുന്നത് ഒരു പക്ഷേ ഈ ഒരു കപ്പലിനകത്ത് വെള്ളം കയറിയത് കൊണ്ട് തിരിച്ച് വെള്ളം പമ്പ് ചെയ്യാനുള്ള മോട്ടറും കേടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മോട്ടർ കേടായതുകൊണ്ട് ഇവർക്കൊരു ടെൻഷനായി. ഇതിനകത്ത് ചിലപ്പോൾ വെള്ളം കയറി ഈ കപ്പൽ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ കൊണ്ട് അവർ സേഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടതായിരിക്കും എന്നുള്ളൊരു രീതിയിലൊക്കെ അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു കപ്പലിൽ പിന്നീട് നോക്കുന്ന സമയത്ത് അതിനകത്ത് നിന്നും ഒരു തരത്തിലുള്ള ഒരു അപകടം നടന്നതായിട്ടോ അതുപോലെ ഈ കടൽ കൊള്ളക്കാർ കയറി ആക്രമിച്ചതായിട്ടോ ഒന്നും കാണുന്നില്ല. കാരണം ഇതിനകത്തുള്ള ചരക്കുകളെല്ലാം അതേപോലെ തന്നെ അതിനകത്ത് സേഫ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു കപ്പലിനെ അവസാനം ഈ ഒരു ഡേവിഡ് മോർഗൻ കരുതുന്നത് ഈ ഒരു കപ്പലിനെ തിരികെ തൻ്റെ കരയിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ടാണ് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറൈൻ്റെ നിയമപ്രകാരം ഈ കടലിനുള്ളിൽ ഒരു കപ്പലിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിലോ ഈ ഒരു കപ്പലിനെ രക്ഷിക്കുന്ന ഒരു കപ്പലിനോ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഓണറിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാപ്റ്റനോ ഒരു ഇൻഷുറൻസ് തുകയുടെ 1% കിട്ടുന്നതാണ്. ഇത്ര ഒരു ശതമാനത്തോളം അവർക്ക് കിട്ടും എന്നുള്ളതാണ് അവരുടെ നിയമം. അങ്ങനെ ഈ ഒരു കപ്പൽ തൻ്റെ കപ്പലുമായിട്ട് ബന്ധിപ്പിച്ച് കരയിലോട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്. കാരണം ഇത്രയും പ്രക്ഷോഭമായി കിടക്കുന്ന ഒരു കടലിലൂടെ ഈ ഒരു വലിയ കപ്പലിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തന്നെ ഈ ഒരു കപ്പലിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു കപ്പലിനെ അവിടെ എത്തിയതിന് ശേഷം പിന്നീട്
ഈ ഒരു ഇൻഷുറൻസിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളും കേസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു കേസിനെ ആസ്പദമാക്കി 3 തരത്തിലുള്ള കോൺട്രവേഴ്സി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു കപ്പലിൻ്റെ കപ്പിത്താൻ ഈ കപ്പലിനെ അവിടെ ഉപേക്ഷിച്ചിട്ട്, അതായത് കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഇട്ടതിന് ശേഷം അവർ രക്ഷപ്പെട്ടു. അതിൻ്റെ ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാനുള്ള രീതിയിലെന്നായിരുന്നു. രണ്ടാമതായിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഈ ക്യാപ്റ്റനും അതുപോലെ തന്നെ ഈ രക്ഷപ്പെടുത്തിയ ഈ മോർഗൻ എന്ന് പറയുന്ന ക്യാപ്റ്റനും കൂടി ചേർന്നിട്ടുണ്ടായിരുന്നുള്ള ഒരു ഈ ഫ്രോഡ് പരിപാടിയാണെന്നുള്ള രീതിയിലായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നീട് മൂന്നാമതുണ്ടായിരുന്നതെന്ന് പറയുന്നത് ഈ രക്ഷപ്പെടുത്തിയ ഡേവിഡ് മോർഗൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ മറ്റു കപ്പലിലുണ്ടായിരിക്കുന്ന എല്ലാവരെയും വധിച്ച് ആ ഒരു കടലിൽ തള്ളിയതിന് ശേഷം ഈ കപ്പൽ വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ അവസാനത്തോളം എത്രയൊക്കെ ശ്രമിച്ചതിന് ശേഷം അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം ഇതിനൊന്നും തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇതിനകത്ത് അങ്ങനെയുള്ളൊരു മൽപ്പിടുത്തം ഉണ്ടായതായിട്ടുള്ളതിൻ്റെ ഒന്നും ഒരു ട്രേസസും കാണാൻ സാധിക്കാത്തത് കൊണ്ടും, അതുപോലെ തന്നെ ആദ്യത്തെ ക്യാപ്റ്റൻ ഇതുവരെയായിട്ടും എങ്ങും എത്തിച്ചേർന്നതായിട്ടെങ്ങും ഒരു വിവരവും കിട്ടാത്തത് കൊണ്ടും അതെല്ലാം തള്ളിപ്പോവുകയും പിന്നീട് അവസാനം ഇൻഷുറൻസ് തുകയുടെ ഒരു ചെറിയ ശതമാനം, വളരെ ചെറിയ ശതമാനം മാത്രം ഈ ഡേവിഡ് മോർഗന് കിട്ടുകയാണ്. കാരണം പിന്നെ അവരുടെ ഒരു സംശയം പൂർണ്ണമായ രീതിയിൽ പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേവിഡ് മോർഗന് വളരെ കുറച്ച് ഒരു ഇൻഷുറൻസ് തുക മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നോക്കുകയാണെങ്കിൽ ആ ഒരു കപ്പലിനെ പണിതതിന് ശേഷം വീണ്ടും അടുത്തൊരു ആളുകൾക്ക് വിൽക്കുകയും അവർ ആ ഒരു കപ്പൽ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം കടലിൽ കൊണ്ട് ഇടിച്ച് കയറ്റി, ഐസ്ബർഗിനകത്ത് ഇടിച്ച് കയറ്റി നശിപ്പിച്ച് ഇൻഷുറൻസ് തുക അടിച്ചെടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ അത് ഇടിച്ച് കയറ്റി ആ ഒരു കടലിൽ അബൻഡനാക്കി ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ നിർഭാഗ്യവശാൽ ഈ ഒരു കപ്പലിനകത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഫ്രോഡ് പരിപാടി ഇൻഷുറൻസ് ഏജൻസിയുടെ അതുപോലെ തന്നെ അന്വേഷണത്തിൽ വ്യക്തമാവുകയും അവർക്ക് വലിയൊരു തരത്തിലുള്ള പെനാൽറ്റി കോടതി വിധിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ ഒരു മേരി കസ്റ്റിൽ എന്ന് പറയുന്ന കപ്പൽ ഇപ്പോഴും കടലിൻ്റെ അടിത്തട്ടിൽ ആർക്കും വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ അബണ്ടനായിട്ട് കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇന്നും 150 വർഷത്തോളമായിട്ടും ആ ഒരു 11 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു തരത്തിലുള്ള ഉത്തരവും എങ്ങൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് തരത്തിലുള്ള ഗോസിപ്പുകളും അതുപോലെ തന്നെ സ്റ്റോറീസും എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഒന്നിനെയും തെളിയിക്കുന്ന തരത്തിലായിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും ഒന്നും സാധിക്കാത്തത് കൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു സത്യം എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. കടൽ ഒരിക്കലും, അല്ലെങ്കിൽ ഈ ഒരു ഓഷൻ ഒരിക്കലും അതിൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്തുവിടാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.